പൗലോ സക്കീറിന്റെ തിരക്കഥയിൽ അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത സൈലത്തിന്റെ ഡോക്ടർ അനന്തുവസും ബേസൽ ജോസഫ് എന്റർടൈൻമെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിരടി ഈ ഒരു സിനിമ കേരളമെമ്പാടും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അതിരടി സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിട്ട് എത്ര രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പറയുന്ന പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളതെന്നാണ്. ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് അതിരടി മൂവിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ വരുന്ന ഗൂഗിൾ സൈറ്റുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിരടി സിനിമ തിയേറ്ററുകളിൽ പോയിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് വിനീത് തട്ടത്തിലാണ്. ഏകദേശം 10 ലക്ഷം രൂപയാണ് വിനീത് തട്ടത്തിൽ ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് വിഷ്ണു ആണ്. വിഷ്ണു ഏകദേശം 20 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലം ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് സാറിൻ ഷിഹാബ് ഏകദേശം 15 ലക്ഷം രൂപയാണ് ഷിഹാബ് ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ദർശന രാജേന്ദ്രനാണ്. പുള്ളിക്കാരത്തി ഏകദേശം 30 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു അതിരടി മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ഷാൻ റഹ്മാനാണ്. ഏകദേശം 25 ലക്ഷം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് റിയാഷിബു ആണ് ഈ ഒരു സിനിമയിൽ നായിക കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് 15 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് വിനീത് ശ്രീനിവാസനാണ്. ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ ഏകദേശം 60 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ബേസൽ ജോസഫ് ആണ്. അദ്ദേഹം ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നത് 1.5 കോടി രൂപയാണ്. അദ്ദേഹം കോ പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് തന്നെ 1.5 കോടി രൂപ ബേസലിന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ടൊവിനോ തോമസ് ആണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ടൊവിനോ തോമസ്. ഏകദേശം 3 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു അതിരടി മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അതിരടി മൂവിയിലെ പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു അഭിപ്രായം തന്നെയാണ്. ഈ പറയുന്നത് പോലെ IMDb റേറ്റിംഗിൽ 10ൽ 8.3 ഒക്കെ റേറ്റിംഗ് കിട്ടിക്കൊണ്ട് കേരളമെമ്പാടും വളരെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. ഈ പറയുന്ന മലയാളം മൂവി ഇൻഡസ്ട്രി ഇതുവരെയും കണ്ടതിൽ വെച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സിനിമയിൽ അഭിനയിച്ചവരായിക്കോട്ടെ, ഈ ഒരു സിനിമയുടെ സ്റ്റോറി ആയിക്കോട്ടെ, കോണ്ടന്റ് വൈസ് ആയാലും ഒരുപാട് ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഏകദേശം 50 കോടി ക്ലബിൽ ഇപ്പോൾ ഈ ഒരു സിനിമ കയറിയിട്ടുണ്ട്. 100 കോടി ക്ലബ് ഏകദേശം അടിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമയുടെ ഓട്ടം കാണുമ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അതിരടി മൂവി കാണാത്തവരാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള തിയേറ്ററുകളിൽ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നീട് ഈ ഒരു സിനിമയെ പറ്റി എടുത്തു പറയേണ്ട കാര്യം, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് നല്ല രീതിയിൽ കത്തിക്കാനുള്ള കുറെ അവസരങ്ങൾ ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പല സാഹചര്യങ്ങളിലും വന്നിട്ട് ഭയങ്കര നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാം. ആരൊക്കെയാണ് ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ പറയുന്നില്ല, അതൊക്കെ സർപ്രൈസ് ആയിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക. അതുപോലെ തന്നെ സൈലത്തിന്റെ നമ്മുടെ ഡോക്ടർ അനന്തു പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഫിലിമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ഫിലിം ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ള അനൗൺസ്മെന്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്